ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിന് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു കിടില സ്നാക്കുമായിട്ടാണ്. ചിക്കൻ സമൂസ റോള്. എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ സമൂസ ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടാണ് പുറമേ ഇരിക്കുക. ഉള്ളിൽ പിന്നെ നമ്മുടെ ഫില്ലിങ്സ് നല്ല ടേസ്റ്റി ആയിട്ട് സോഫ്റ്റ് ആയിട്ടും ഇരിക്കും. അപ്പോൾ സമൂസ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ പൊട്ടറ്റോ പുഴുങ്ങിയതിന് ശേഷം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച ചിക്കന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, മിക്സിയുടെ ജാറിലിട്ടിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പിച്ചെടുത്താലും മതി. അപ്പോൾ ഇതിൽ കുറച്ച് ചേരുവകൾ മതി കേട്ടോ, അധികം ചേരുവകളൊന്നും വേണ്ട. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് ഇട്ടെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. പൊട്ടറ്റോയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം മതി. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 പിഞ്ച് ഗരം മസാല, അധികമൊന്നും വേണ്ട, കുറച്ച് മതി. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. കണ്ടോ, ഞാനിപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടത് ഒരു സ്ലറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി മൈദ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ സമൂസയൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലറി ഉണ്ടാക്കിയെടുക്കൂലേ, അതുപോലെയാണ് കേട്ടോ വേണ്ടത്. നമുക്ക് ചിക്കൻ റോൾ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാൻ കുറച്ചൊരു പശ പോലൊരു വേണം. അതിനാണ് ഇപ്പോൾ ഈ മൈദ മിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ കേട്ടോ, ഞാനിതിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് സമൂസ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഷീറ്റിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ റോള് ഷേപ്പാക്കി എടുക്കാൻ, ഈ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഷീറ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇതിൻ്റെ എൻഡിൽ നമ്മൾ കുറച്ച് പശയൊന്ന് ആക്കി കൊടുക്കണം. മൈദ മിക്സ് ഉണ്ടല്ലോ, ഇതുപോലെ എൻഡിലും പിന്നെ നമ്മൾ ഈ മടക്കി വെക്കുന്ന ഈ ഭാഗത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം നമുക്കിതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും സമൂസ ഷീറ്റൊക്കെ, അതുകൊണ്ട് പ്രശ്നമല്ല. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫില്ലിങ്സിനനുസരിച്ച് ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്യുക. ഫില്ലിങ്സ് ആൾറെഡി കുക്കായതാണ്. അപ്പോൾ ഇതിൻ്റെ പുറമേ ഒന്ന് മൊരിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്നിങ്ങനെ ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നൊരു സമൂസയാണിത്. കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചിക്കൻ സമൂസ റോൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഫില്ലിങ്സ് വഴറ്റി സമയം കളയൊന്നും വേണ്ട. പിന്നെ എളുപ്പമാണ് ഇത് റോൾ ചെയ്തെടുക്കാൻ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിൻ്റെ പുറമേ ഇരിക്കുക. പിന്നെ നമുക്കിതിൻ്റെ ഫില്ലിങ്സിന് നമ്മളിപ്പോൾ ചിക്കൻ ചേർത്തല്ലോ, അതിന് പകരം ചിക്കൻ ചേർക്കാതെ വെറും പൊട്ടറ്റോ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ചേർത്തതിന് പകരം ബീഫ് വേണമെന്നുണ്ടെങ്കിൽ ബീഫും ചേർക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. എന്താണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ്, എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയിയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഫുള്ള് കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ഇഫ്താർ സ്നാക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്